നമസ്കാരം. തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. സൗദി അറേബ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ വിവിധ ഒഴിവുകളിലേക്ക് നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും അപേക്ഷ ക്ഷണിച്ചു. കേരള സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ലിമിറ്റഡ് വഴിയാണ് നിയമനം. സ്ത്രീകളായ നഴ്സുമാർക്കും കൺസൾട്ടന്റ് സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യന്മാർക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 25 ആകെ 50 വനിതാ നഴ്സുമാരുടെ ഒഴിവുകളാണ് ഉള്ളത്. BSc നഴ്സിംഗ്, പോസ്റ്റ് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. മെട്രിക് പരീക്ഷയിൽ വിജയിച്ചവർക്ക് മാത്രമാണ് പരിഗണന. ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. 33 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ആരോഗ്യ മന്ത്രാലയത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും 2 വർഷത്തെ കരാറിലാണ് നിയമനമുള്ളത്. ഡോക്ടർമാരുടെ വിഭാഗത്തിൽ 30 ഒഴിവുകളാണ് ഉള്ളത്. കൺസൾട്ടന്റ് ഫിസിഷ്യന്മാർ, സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യന്മാർ, രജിസ്ട്രാർ അല്ലെങ്കിൽ സീനിയർ രജിസ്ട്രാർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. സ്ത്രീ പുരുഷ ഭേദമന്യേ അപേക്ഷിക്കാവുന്നതാണ്. MBBS, MD, FRCS, MRCP, MD+DNB, MS+MCH എന്നീ യോഗ്യതയുള്ളവർക്ക് ഈ ഒഴിവുകളിലേക്ക് പരിഗണിക്കാം. എല്ലാ സ്പെഷ്യാലിറ്റികളിലുമുള്ള ഡോക്ടർമാർക്ക് അവസരമുണ്ട്. അപേക്ഷകർക്ക് കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. പ്രായപരിധി 50 വയസ്സിൽ താഴെയായി നിശ്ചയിച്ചിട്ടുണ്ട്. സൗദിയിലെ മന്ത്രാലയത്തിന്റെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭ്യമാകും. യോഗ്യതയും പ്രവൃത്തി പരിചയവും അടിസ്ഥാനമാക്കിയാണ് ശമ്പളം നിശ്ചയിക്കുക. സൗജന്യ വിസ, വിമാന ടിക്കറ്റ്, സൗജന്യ താമസം എന്നിവ ഉൾപ്പെടെയുള്ള മികച്ച ആനുകൂല്യങ്ങൾ ലഭിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ പതിച്ച CV, ആധാർ, പാസ്പോർട്ട്, ഡേറ്റ ഫ്ലോയുടെയും മറ്റ് ആവശ്യമായ വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെയും പകർപ്പുകൾ എന്നിവ gcc@odepc.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ്. നഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ മെട്രിക് പരീക്ഷയുടെ മാർക്ക് ഷീറ്റും സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ ഇമെയിലിന്റെ വിഷയമായി ഫീമെയിൽ നഴ്സ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. ഡോക്ടർമാർ അപേക്ഷിക്കുമ്പോൾ മെയിലിന്റെ വിഷയത്തിൽ തസ്തികയുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തണം. എല്ലാ അപേക്ഷകളും 2026 ഏപ്രിൽ 25 അതിനു മുമ്പോ ഒഡെപയ്ക്ക് ലഭിച്ചിരിക്കണം. യോഗ്യരായവർ ഈ അവസരം ഉടൻ വിനിയോഗിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് odepec.kerala.gov.in നോക്കുക. ഇതിനോടൊപ്പം സൗദിയിൽ ജോലി നോക്കുന്നവർക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നു. ഇലക്ട്രോണിക്സ് തൊഴിൽ കരാറുകളെ എക്സിക്യൂട്ടീവ് രേഖകളായി അംഗീകരിക്കുന്ന പദ്ധതിയുടെ 2ാം ഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മുൻപ് തൊഴിൽ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ കോടതികൾ കയറിയിറങ്ങി നീണ്ട നിയമ നടപടികൾ വേണ്ടിവരുമായിരുന്നു. എന്നാൽ പുതിയ പരിഷ്കാരത്തോടെ നിയമപരമായി അംഗീകരിക്കപ്പെട്ട കരാറുകൾ ലംഘിച്ചാൽ നേരിട്ട് നടപടി സ്വീകരിക്കാൻ സാധിക്കും. നിലവിൽ നിശ്ചിത കാലാവധിയുള്ള കരാറുകളെയാണ്, ഫിക്സഡ് ടേംസ് കോൺട്രാക്ട്സിനെയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ സ്ഥിര കരാറുകളെയും ഉൾപ്പെടുത്തും. തൊഴിൽ കരാറുകൾ നിർബന്ധമായും ക്യുവ പ്ലാറ്റ്ഫോം വഴി രജിസ്റ്റർ ചെയ്തിരിക്കണം. കൂടാതെ നീതിന്യായ മന്ത്രാലയത്തിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് നമ്പർ കൂടി വാങ്ങുന്നതോടെ കരാറിന് പൂർണ്ണ നിയമസാധുത ലഭിക്കും. ശമ്പളം കൃത്യമായി ലഭിക്കാത്ത തൊഴിലാളികൾക്ക് പരാതി നൽകാൻ ഇനി നിയമം കൂടുതൽ എളുപ്പമാണ്. ശമ്പളം ലഭിക്കേണ്ട തീയതി കഴിഞ്ഞ് 30 ദിവസം പിന്നിട്ടിട്ടും പൂർണ്ണ ശമ്പളം കിട്ടിയില്ലെങ്കിൽ പരാതിപ്പെടാം. ശമ്പളം ഭാഗികമായി മാത്രം ലഭിക്കുന്ന സാഹചര്യത്തിൽ 90 ദിവസത്തിന് ശേഷം നടപടി ആവശ്യപ്പെടാം. ഇത്തരം പരാതികൾ നാജിസ് പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി സമർപ്പിക്കാം. പരാതി ലഭിച്ചാൽ 5 ദിവസത്തിനുള്ളിൽ തൊഴിലുടമ മറുപടി നൽകേണ്ടതുണ്ട്. തൊഴിൽ ബന്ധങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനും പരാതികളിൽ പെട്ടെന്ന് പരിഹാരം കാണാനുമാണ് മാനവ വിഭവശേഷി മന്ത്രാലയം ഈ നടപടികൾ സ്വീകരിക്കുന്നത്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.